ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്പനയിലും ടൈറ്റിലും ഒക്കെ കണ്ടതുപോലെ തന്നെ ആമിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ, മെയ് 9th ആയിരുന്നു ബർത്ത്ഡേ. അപ്പോൾ 6th ബർത്ത്ഡേ ആണ്. അപ്പോൾ നൈറ്റ് 12 മണിയായപ്പോഴത്തേന് തന്നെ ഞങ്ങൾ അവളെ ഒന്ന് വിഷ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടി വിയിൽ മ്യൂസിക്കൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ വിഷൊക്കെ ചെയ്തിട്ടാണ് കിടന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി. ഞാൻ രാവിലെ 7 മണിക്ക് തന്നെ എഴുന്നേറ്റു. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും പൂരിയാണ് ഉണ്ടാക്കുന്നത്. ആമിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷസാണ് ഇന്ന് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂരി. അങ്ങനെ പൂരി ഉണ്ടാക്കി. അങ്ങനെ രാവിലെ തന്നെ ഞാനിതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ഒന്ന് ക്ഷേത്രത്തിലേക്കൊന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുളിച്ച് റെഡി ആയതിന് ശേഷം ഞാനൊന്ന് കോലമൊക്കെ ഒന്ന് വരച്ചിടാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഇതുപോലെ ഞാൻ കോലം വരച്ചിടാറുണ്ട് വീട്ടിൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയും കൂടെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ക്ഷേത്രത്തിലും കൂടെ പോകുന്നതല്ലേ, അതുകൊണ്ട് രാവിലെ വിളക്കൊക്കെ ഒന്ന് കൊളുത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ആമിക്ക് വേണ്ടിയിട്ട് ഒരു അർച്ചനയൊക്കെ ചെയ്യണമായിരുന്നു ക്ഷേത്രത്തിൽ പോയിട്ട്. അതുപോലെ തന്നെ ഒന്ന് വീട്ടിലൊന്ന് വിളക്കൊക്കെ കൊളുത്തി അവൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളെല്ലാവരും ഒന്ന് തൊഴുതതിന് ശേഷമാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ആമിയൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഹസ്ബൻഡ് ആമിയൊക്കെ ഉറക്കമാണ്. അപ്പോൾ അവരൊക്കെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചു. ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കി. പൂരിക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയല്ലേ പൂരിക്ക് എന്തിനാണ് ചമ്മന്തി എന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. വൈറ്റ് ചമ്മന്തി ഉണ്ടല്ലോ, വൈറ്റ് ചട്നി, അത് നല്ല ടേസ്റ്റാണ് പൂരിയുടെ കൂടെ കഴിക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമി എഴുന്നേറ്റ് വന്നു, പല്ലൊക്കെ ഒന്ന് തേച്ചു. പിന്നെ അവളെ കുളിപ്പിച്ച് റെഡിയാക്കി. അപ്പോൾ ഈ ഡ്രസ്സാണ് ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ഡ്രസ്സാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരുക്കിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ വരുന്ന വഴിയിൽ തന്നെ മാർക്കറ്റിൽ നിന്ന് വെജിറ്റബിൾസും ഒക്കെ മേടിച്ചിട്ടാണ് വന്നത്. അതുപോലെ തന്നെ മീനും കൂടി മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആമിക്ക് ഇന്ന് ഫേവറേറ്റ് ആയിട്ടുള്ള ആമിയുടെ മീനെന്ന് പറയുന്നത് കൊഞ്ച് മീനാണ്, ചെമ്മീനാണ്. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ തൊക്കും അതുപോലെ തന്നെ ഇവിടെ തമിഴ്നാട്ടിലെ സ്പെഷ്യലാണത്. കോവയ്ക്ക മെഴുക്ക് വരട്ടി രസമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ മാർക്കറ്റിൽ പോയി എന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് ഇതുപോലെ അവിടുത്തെ ഞങ്ങൾ സ്ഥിരമായിട്ട് വെജിറ്റബിൾസ് മേടിക്കുന്ന കടയിൽ ചേച്ചി ആമിക്കൊരു ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. ഇങ്ങനെ നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ടപ്പോഴത്തേനും ചോദിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ പറയുകയുണ്ടായി. അങ്ങനെ ആമിക്ക് വേണ്ടിയിട്ടൊരു പെന്നാണ് ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് ഉടനെ തന്നെ പുള്ളിക്കാരത്തി ഇവിടെ വന്ന് എഴുതുവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. രാവിലെ ഒന്നും കഴിക്കാതെയാണ് പോയത്. പിന്നെ വന്ന ഉടനെ തന്നെ ഞാൻ കുക്കിങ്ങിന് കയറിയിട്ടുണ്ട്. അപ്പോൾ കോവയ്ക്കൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. പിന്നെ ചെമ്മീൻ ഇനി ക്ലീൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ അരിയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്, ചോറ് വയ്ക്കാനായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും. പിന്നെ ഞാൻ ഇതിനിടയിൽ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകി വെച്ചിട്ട് വേണം കൊഞ്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സിങ്കും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ ആകെ അഴുക്ക് പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാനിങ്ങനെ പാത്രം കഴുകുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ ഇതുപോലെ സിങ്കും കൂടി കഴുകി ഇടാറാണുള്ളത്. അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം ചെമ്മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ ചെമ്മീനാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 300 രൂപയ്ക്കാണ് മേടിച്ചത്. പക്ഷേ അറിയാമല്ലോ, ചെമ്മീനൊക്കെ മേടിച്ചാൽ അത് ക്ലീൻ ചെയ്തെടുക്കുമ്പോഴത്തേനും അതിൽ പിന്നെ ഒന്നും കാണത്തില്ല. അപ്പോൾ ഇത്രയും രൂപയ്ക്ക് മേടിച്ചിട്ട് പോലും ഞങ്ങൾക്ക് തികഞ്ഞില്ല എന്നാണെങ്കിൽ പറയാം. കാരണം രാവിലെയും നൈറ്റും ഉച്ചക്കലത്തെ ലഞ്ചിനും നൈറ്റും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അധികം സവോളയൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തൊക്കെന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ തമിഴ്നാട് സ്റ്റൈൽ രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ടൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ. എൻ്റെ അടുത്ത് ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണുള്ളത്. അതിന് ശേഷം കുറച്ച് പെരുംജീരകവും പിന്നെ ഒരു ഏലക്ക, ചെറിയൊരു കഷ്ണം പട്ട, പിന്നെ കുരുമുളക് ഉണ്ടെങ്കിൽ അത്, പിന്നെ ബിരിയാണി ഇല ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പച്ചമണം പോകുന്നതിരുന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിനിടയിൽ ഞാൻ പുറത്തുനിന്ന് നോക്കിയപ്പോഴത്തേനും നല്ലോണം മഴക്കോള് കിടപ്പുണ്ട്. അപ്പോൾ ഇന്ന് അധികം ചൂടില്ലാത്തൊരു ദിവസമായിരുന്നു. മാത്രമല്ല നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ന്യൂസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു മഴ പെയ്യുമെന്നുള്ളത്. പക്ഷെ മഴ പെയ്തില്ലായിരുന്നു. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല മഴക്കോളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുമായിരുന്നു. പിന്നെ അതിനിടയിൽ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്.
ഇനി അതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുത്തത്. ഞാനിപ്പോൾ മുളക് പൊടിക്ക് പകരം കുഴമ്പ് മുളക് പൊടി എന്ന് പറയും, ഇവിടെ തമിഴ്നാട്ടിൽ കിട്ടുന്നതാണ്. അതൊരു 4-5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ചധികം തന്നെ ഒരു 2-2.5 സ്പൂണോളം, വലിയ സ്പൂണിൽ 2.5 സ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം പച്ചമണമൊക്കെ പോയതിന് ശേഷം തക്കാളി ഇട്ടൊന്ന് വഴറ്റിയെടുത്തു. അതിന് ശേഷമാണ് ഞാൻ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ അല്പം പോലും വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് ഈ കറി ഉണ്ടാക്കുന്നത്. കറിയല്ല, ഒരല്പം പേസ്റ്റ് പോലെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ രസം കൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ചാറ് കറി വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് തക്കാളി എടുത്ത് രസം കൂടി വയ്ക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ രസമൊക്കെ നമ്മൾ എല്ലാവരും വീട്ടിലൊക്കെ ചെയ്യുന്നതാണല്ലോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര പൊടിച്ചതും പിന്നെ മല്ലിയിലേക്ക് ഒന്ന് ഇട്ടൊന്ന് എടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ നമ്മുടെ ചെമ്മീൻ നന്നായിട്ടൊന്ന് പറ്റി വന്നിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം വയ്ക്കുന്നത് ഒരുപാട് അങ്ങോട്ട് ലൂസാക്കരുത്, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചോറിനൊപ്പം ചപ്പാത്തിക്കൊപ്പം ഒക്കെ കഴിക്കാനായിട്ട് ബെസ്റ്റാണ്. അപ്പോൾ ഹസ്ബൻഡ് ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, രാവിലെ നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് മീനൊക്കെ മേടിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്നിട്ട് ഹസ്ബൻഡ് ഓഫീസിൽ പോയേക്കുവാണ്. അപ്പോൾ ഒരു 3:30 ആകുമ്പോഴത്തേനും വരാമെന്ന് പറഞ്ഞു, ഒരു ആവശ്യമായിട്ട് പോയതായിരുന്നു. അങ്ങനെ ഞാനും ആമിയും കൂടി ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാണാഞ്ഞതുകൊണ്ട് ആമിക്ക് ഞാൻ ചോറ് കൊടുത്തു. പിന്നെ ഹസ്ബൻഡ് വന്നതിന് ശേഷം ഞങ്ങളും കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ, കുറച്ച് നേരം ഒന്ന് കിടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈവനിങ് ഹസ്ബൻഡ് പോയിട്ട് പാലും കേക്കും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ആമിക്ക് വൈകുന്നേരം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതേ ഡ്രസ്സ് തന്നെയാണ് ഇട്ട് കൊടുത്തത്. നമ്മൾ സ്റ്റുഡിയോന്ന് മേടിച്ചിട്ടുള്ള ഈ ബർത്ത്ഡേ ഡ്രസ്സ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ ഹസ്ബൻഡ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, പഴമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അങ്ങനെ പോയി. പിന്നെ ഇതിനിടയിൽ ഞാൻ ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് കേക്കൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഇത്തവണ എല്ലാ വർഷവും നമ്മൾ മേടിക്കുന്ന കടയിൽ നിന്ന് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ കേക്ക് എന്ന് പറയുന്നത് സാധാരണ കേക്കാണ്, സ്ട്രോബെറിയുടെ കളറാണെങ്കിലും ഫ്ലേവറൊന്നും ഇല്ല, സാധാരണ ക്രീം കേക്ക് തന്നെയാണ്. അപ്പോൾ ഇത് ആമിയുടെ ഫേവറേറ്റ് കളറാണ്, പിങ്ക് കളറ്. അങ്ങനെയാണ് പിന്നെ ഇത് എടുത്തത്. പിന്നെ ഈ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് ആമിക്ക് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്. പിന്നെ ആമിക്ക് 6 വയസ്സാണ് ആയിട്ടുള്ളത്. അപ്പോൾ വർഷം ഇത്രത്തോളം കടന്നു പോയിന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. എത്ര പെട്ടെന്നാണ് മക്കളൊക്കെ വലുതാവുന്നതല്ലേ. ആമി ജനിച്ച ഒരു ദിവസത്തെ ഫോട്ടോയും പിന്നെ കുറച്ച് ആമിയുടെ കുഞ്ഞിലത്തെ ഫോട്ടോയൊക്കെ ഞാൻ ഈ ഷോക്കേസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് കുറച്ചൊന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കേക്കിൻ്റെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു, ജസ്റ്റ് ചുമ്മാ ഒന്ന് വാട്സപ്പിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്താണ് ഈ വീട്ടിലെ എല്ലാ ലൈറ്റ്സും ഓൺ ചെയ്തിടാറുള്ളത്. അപ്പോൾ ഹസ്ബൻഡ് അതൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ടു. പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നൈറ്റ് ഞങ്ങൾ ഇതേ ഭക്ഷണം തന്നെയാണ് കഴിച്ചത്. ഉച്ചക്കലത്തെ ലഞ്ചിൻ്റെ സാധനങ്ങൾ തന്നെയാണ് കഴിച്ചത്. ചോറായിരുന്നു കഴിക്കാനായിട്ട്, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ആമിക്ക് ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയിലുള്ള ഒരുപാട് പേര് വിഷ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇതുവരെയുള്ള വർഷങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിഷസ് കിട്ടിയത് ഈ ഒരു വർഷമാണ്. അതേപോലെ തന്നെ യൂട്യൂബിലും ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടും 1-2 പേര് നമുക്ക് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള ഐശ്വര്യ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയമെങ്കിലും അവർ ഓർത്ത് വെച്ച് നമുക്ക് വേണ്ടിയിട്ട് വിഷ് ചെയ്യുന്നല്ലോ, അത് തന്നെ വലിയ കാര്യമാണല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ആമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞങ്ങളങ്ങനെ അങ്ങനെ ആമിയുടെ ബർത്ത്ഡേക്കൊന്നും ഒരുപാട് ആൾക്കാരെയൊന്നും അങ്ങനെ വിളിച്ച് അങ്ങനെ ഗ്രാൻഡായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല. ഫസ്റ്റ് ബർത്ത്ഡേ മുതലേ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്, നമ്മൾ മാത്രമായിരിക്കുള്ളൂ കാണുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.